വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമുക്ക് ഇൻട്രസ്റ്റിനകത്തുള്ള ബാക്കിയുള്ള പോർഷൻസിനെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച് കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതും ഈ അഡ്വാൻസ് ടാക്സ് എന്നൊക്കെ പറയുന്ന ഏരിയക്കകത്ത് നിന്നാണ്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ റൈറ്റും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് നോക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ, ദ ഇൻട്രസ്റ്റ് ഫോർ എക്സസ് റീഫണ്ട് ഗ്രാൻഡഡ് ടു ദ അസസി അണ്ടർ സെക്ഷൻ 234D. മനസ്സിലായി? അതായത് അസസിക്ക് കിട്ടേണ്ട എമൗണ്ട് ഓഫ് റീഫണ്ടിനേക്കാൾ കൂടുതലായിട്ടാണ് റീഫണ്ട് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ റീഫണ്ട് ക്ലെയിം ചെയ്തു, അത് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ നേരത്ത്, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടേണ്ട റീഫണ്ടിനേക്കാൾ കൂടുതൽ എത്രയാണോ നമുക്ക് കിട്ടിയത് അത് തിരിച്ച് റീപേ ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. ഓക്കെ, നോക്കേ, വേർ എനി റീഫണ്ട് ഈസ് ഗ്രാൻഡഡ് ടു ദ അസസി അണ്ടർ സെക്ഷൻ 143(1) ആൻഡ് നോ റീഫണ്ട് ഈസ് ഡ്യൂ ഓൺ റെഗുലർ അസസ്മെന്റ്. അങ്ങനെ ഒരു റീഫണ്ട് റെഗുലർ അസസ്മെന്റ് പ്രകാരം അങ്ങനെ ഒരു റീഫണ്ട് ഇല്ല എന്ന് കണ്ടെത്തി എന്ന് വിചാരിക്കുക. ഓ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് റീഫണ്ടബിൾ ഓൺ റെഗുലർ അസസ്മെന്റ്. മനസ്സിലായി? എങ്ങനെയായിരുന്നു? റെഗുലർ അസസ്മെന്റ് പ്രകാരം റീഫണ്ടേ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ റീഫണ്ട് ക്ലെയിം ചെയ്തു, റീഫണ്ട് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ കിട്ടേണ്ട റീഫണ്ടിനേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, നമ്മൾ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 0.5% ഓഫ് എവറി മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത്. മനസ്സിലായി? സിമ്പിൾ ഇൻട്രസ്റ്റ് 0.5% ഓഫ് എവറി മന്ത് ഓർ പാർട്ട് ഓഫ് മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ദ എമൗണ്ട് ഓൺ വിച്ച് ദ ഇൻട്രസ്റ്റ് ഇസ് ടു ബി ചാർജ്ഡ് ഓൺ ദ ഓൾ ഓർ എക്സസ് എമൗണ്ട് റീഫണ്ടഡ്. എത്രയാണോ അഡീഷണലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ എമൗണ്ടിന്റെ മുകളിലാണ് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് ഓഫ് റീഫണ്ട് എത്രയാണോ അത്രയും. മനസ്സിലായല്ലോ? നമുക്ക് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത്, ഓക്കെ, ആ എമൗണ്ടിന് മുകളിൽ 0.5% നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി from the date of grant of refund to the date of such a regular assessment. എത്ര നാൾ വരെയുള്ള പീരീഡ് നോക്കണം നോക്കി. ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് റീഫണ്ട് ടു ദ ഡേറ്റ് ഓഫ് സച്ച് റെഗുലർ അസസ്മെന്റ്. മനസ്സിലായി? ആ റീഫണ്ട് കിട്ടിയ ഡേറ്റ് തൊട്ട് ആ റെഗുലർ അസസ്മെന്റ് നടത്തി അത്രയും റീഫണ്ട് ഇല്ല എന്ന് തെളിയിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് വരെയുള്ള പീരീഡിനകത്ത് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഇൻട്രസ്റ്റ് കൊടുക്കാൻ. മനസ്സിലായി? ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഇൻട്രസ്റ്റ് വേർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഈസ് റെഡ്യൂസ്ഡ് or increased by an order under section 154, 55, 45D, 250, 254, 260, 62, 63 and 64. And the amount of interest shall be reduced or increased accordingly. മനസ്സിലായി? That means ഏതെങ്കിലും ഓർഡർ മുഖേന ഈ പറയുന്ന സെക്ഷനകത്തുള്ള ഏതെങ്കിലും ഓർഡർ മുഖേന ഈ പറയുന്നത് പോലെ ഇത് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദ ഇൻട്രസ്റ്റ് ഷാൾ ബി റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ് അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് ഇൻട്രസ്റ്റിനകത്ത് നമുക്ക് വ്യത്യാസം വരും. മനസ്സിലായി? സോ ഓർത്തിരിക്കേണ്ടത്, കിട്ടേണ്ട എമൗണ്ടിനേക്കാൾ എക്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ കിട്ടിയ ഡേറ്റ് തൊട്ട് റെഗുലർ അസസ്മെന്റ് വരെയുള്ള സമയങ്ങളിൽ എത്രയാണോ എക്സസ് കിട്ടിയത് ആ എമൗണ്ടിന്റെ മുകളിൽ 0.5% നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു മാസം 0.5% വെച്ച് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. വേർ എ പേഴ്സൺ ഫെയിൽസ് ടു ഡെലിവർ എ ക്വാർട്ടർലി TDS റിട്ടേൺ വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. ഓക്കെ, അതായത് TDS കളക്ട് ചെയ്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ട ആളാണ്, ക്വാർട്ടർലി ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. So, rupees 200 for every day during which the failure continues subject to the maximum amount of TDS and TCS. എത്രയാ? ഒരു ദിവസം 200 രൂപ വെച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫീ അടക്കേണ്ടി വരും. എത്ര വരെ? മാക്സിമം എമൗണ്ട് ഓഫ് TDS ആൻഡ് TCS. സോ TDS TCSന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ക്വാർട്ടർലി അവർ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും 200 രൂപ വെച്ചിട്ട് അവർക്ക് ഫീ വരും. മാക്സിമം എമൗണ്ട് ഓഫ് TDS ആൻഡ് TCS. ആൻഡ് നോട്ട്, ദ ഫീ ഷാൾ ബി പെയ്ഡ് ബിഫോർ ഡെലിവറിംഗ് എ സ്റ്റേറ്റ്മെന്റ് and the fee in addition to the other consequences of non-delivery of such a return. മനസ്സിലായി? ആ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാത്തതിന് വേറെ ഏതെങ്കിലും പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് ഇതിനകത്ത് പെടുന്നതല്ല, ഇത് ഫീ മാത്രമാണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ആ ഡേറ്റിനകത്ത് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, TDSന്റെ TCSന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, 3 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ 3 ദിവസം വൈകിയതിന് പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ സംതിങ് അത് വേറെ വരും. ഇവിടെ പറഞ്ഞത് ആ ഓരോ ദിവസവും നിങ്ങൾ എത്ര രൂപ വെച്ചിട്ട് ഫീ അടക്കേണ്ടി വരും? 200 rupees വെച്ചിട്ട് ഫീ അടക്കേണ്ടി വരും. ഓക്കെ, and the next one, fee for default in furnishing return of income 234F. നമ്മൾ എവിടെ പറഞ്ഞതാ? റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഏതായിരുന്നു? ഫീ ഫോർ ഡിഫാൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിനകത്ത് ആ അസസി എന്ത് ചെയ്തില്ലെങ്കിൽ, റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നോക്കി, ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. 5 ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നമുക്ക് എത്ര? 1000. ആൻഡ് ദ ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakh.
Okay, and the return, if the return is furnished on or before the 31st December of the assessment year, 5,000. In any other case, 10,000. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? 5 ലക്ഷത്തിന് താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ 1000 രൂപ അടച്ചാൽ മതി. 5 ലക്ഷത്തിന് മുകളിലാണെങ്കിലോ ബിഫോർ 31st മുമ്പാണെങ്കിൽ 5000 രൂപയും അതല്ലാതെ ബാക്കി വരുന്ന എല്ലാ കേസുകളിലും നമുക്ക് എത്ര വെച്ചിട്ട് വരും? 10,000 rupees വെച്ച് വരും. Okay, and the next one, interest for failure to pay tax according to demand notice. So ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ടാക്സ് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഏത് വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം വരും. നോക്കാം. എനി എമൗണ്ട് സ്പെസിഫൈഡ് ആസ് എ പേയബിൾ ഇൻ എ നോട്ടീസ് ഓഫ് ഡിമാൻഡ് അണ്ടർ സെക്ഷൻ 156 ഷുഡ് ബി പെയ്ഡ് വിത്തിൻ 30 days or lesser period as specified by the assessing officer with prior approval of the joint commissioner of the service of the notice. So notice കിട്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ any person fails to pay such amount within such time, simple interest at the rate of 1% of every month or part of the month. ആ 30 days എന്ന് പറയുന്നത് വേണമെങ്കിൽ ജോയിന്റ് കമ്മീഷണറുടെ പെർമിഷനോട് കൂടി കുറയ്ക്കാം. മനസ്സിലായി? പക്ഷേ ആ പറയുന്ന ഡേറ്റിനകത്ത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മാസം എത്ര ശതമാനം വെച്ച്? 1% വെച്ച് നിങ്ങൾക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി എമൗണ്ട് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണോ, ആ ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്നത് പോലെ അതിന് ആ എമൗണ്ടിന് മുകളിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി നോക്കി ഏത് കാലയളവിലാണെന്ന് പറയണേ. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഷാൽ ബി ചാർജ്ഡ് ഫോർ എ പീരിയഡ് ഓഫ് കമൻസിംഗ് ഫ്രം ദ ഡേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 30 days ആൻഡ് എൻഡിങ് ഓൺ ദ ഡേ ഓൺ വിച്ച് സച്ച് എമൗണ്ട് ഇസ് പെയ്ഡ്. സിറ്റുവേഷൻ മനസ്സിലായി? എങ്ങനെയായിരുന്നു? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 30 days. നോർമൽ കേസ് 30 days ആണ്. സോ 30 days കഴിഞ്ഞത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ 30 daysനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാസം 1% വെച്ച് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇത് പേ ചെയ്യുന്ന നേരത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദാറ്റ് മീൻസ് ഇത്രയും നേരം ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലേ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അസസിക്ക് ഇങ്ങോട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസസിക്ക് ഇങ്ങോട്ട് റീഫണ്ട് കിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. റീഫണ്ട് അല്ല, ഇൻട്രസ്റ്റ് കിട്ടും. ഒരു കാര്യം കൂടിയാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് പേയബിൾ ടു ദ അസസി. അസസിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. Section 244A, an assessee who is entitled to get a refund shall also be entitled to interest on such a refund. അതായത് കിട്ടേണ്ട സമയത്ത് ആ റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ റീഫണ്ട് കിട്ടാൻ യോഗ്യതയുള്ള അസസിക്ക് ആ റീഫണ്ട് കിട്ടുന്ന സമയത്ത് അതിന് എന്തും കൂടെ കിട്ടണം? അതിന്റെ ഇൻട്രസ്റ്റ് കൂടെ കിട്ടണം. ഓക്കെ, ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ ഇൻട്രസ്റ്റ് ഈസ് എന്യൂമറേറ്റഡ് ബിലോ. പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 0.5% per month or part thereof. എന്തായിരുന്നു പറഞ്ഞേ? An assessee who is entitled to get റീഫണ്ട് കിട്ടാൻ യോഗ്യരായിട്ടുള്ള അസസിക്ക് എന്തും കൂടെ കിട്ടും? ആ റീഫണ്ടിന്റെ കൂട്ടത്തിൽ മാസം 0.5% വെച്ച് ഏതും കൂടെ കിട്ടും? അതിന്റെ ഇൻട്രസ്റ്റും കൂടെ കിട്ടും. മനസ്സിലായി? പക്ഷെ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മളോട് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ, റീഫണ്ട് ഈസ് ഔട്ട് ഓഫ് TDS or TCS or അഡ്വാൻസ് ടാക്സ്. ഓക്കെ, അതായത് റീഫണ്ട് ഈസ് ഔട്ട് ഓഫ് നമ്മൾ അടച്ചിരിക്കുന്ന TDSൽ നിന്നോ TCSൽ നിന്നോ അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സിൽ നിന്നാണ് റീഫണ്ട് കിട്ടേണ്ടതെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, വേർ ദ റിട്ടേൺ ഓഫ് ഇൻകം ഈസ് ഫർണിഷ്ഡ് വിത്തിൻ ഡ്യൂ ഡേറ്റ്. ആ പീരീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. വേർ ദ റിട്ടേൺ ഓഫ് ഇൻകം ഈസ് ഫർണിഷ്ഡ് വിത്തിൻ ഡ്യൂ ഡേറ്റിൽ തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ ടു ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് എ റീഫണ്ട് ഈസ് ഗ്രാന്റഡ്. ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് റിലവന്റ് അസസ്മെന്റ് ഇയർ എന്ന് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത ഡ്യൂ ഡേറ്റിന് മുമ്പാണെങ്കിൽ, മനസ്സിലായോ? ശ്രദ്ധിക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്തത് ഡ്യൂ ഡേറ്റിന് മുമ്പാണെങ്കിൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേയ്സിനെ കുറിച്ചല്ല പറയണേ. നമ്മൾ പ്രോബ്ലം തെറ്റിക്കാൻ സാധ്യതയുള്ള ഏക ഏരിയ ഇത് മാത്രമാണ്. ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് റിലവന്റ് അസസ്മെന്റ് ഇയർ ടു ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് റീഫണ്ട് ഈസ് ഗ്രാന്റഡ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, വേർ റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ to the date on which the refund is granted. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അസസ്മെന്റ് ഇയർ തുടങ്ങിയ ദിവസം തൊട്ട് അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ തുടങ്ങിയ ദിവസം തൊട്ട് എവിടം വരെ? റീഫണ്ട് കിട്ടുന്ന ദിവസം വരെ. ഇനി ഇത് ചെയ്തത് അതിന് ശേഷമാണ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്തത് ഡ്യൂ ഡേറ്റിന് ശേഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഫർണിഷിംഗ് റിട്ടേൺ എപ്പോഴാണോ നിങ്ങൾ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നത് ആ ഡേറ്റ് തൊട്ട് എവിടം വരെ? റീഫണ്ട് ഗ്രാന്റ് ചെയ്യുന്നത് വരെ. Situation മനസ്സിലായി? And the next one, refund is out of self-assessment tax. Okay, from the date of furnishing, return or payment of tax, whichever is later, to the date on which such a refund is granted.
മനസ്സിലായി? അതായത് റീഫണ്ട് കിട്ടേണ്ടത് നമ്മുടെ സെൽഫ് അസസ്മെന്റിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ എന്നാണോ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ആ ദിവസം തൊട്ട് റീഫണ്ട് കിട്ടുന്നത് വരെ. മനസ്സിലായി? സാധാരണ രീതിയിൽ റിട്ടേണും അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കണേ. സോ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന ദിവസമോ ഏറ്റവും ലാസ്റ്റ് ഏതാണോ വരുന്നത് അത് തൊട്ട് റീഫണ്ട് കിട്ടുന്നത് വരെ. And the next one, refund due to any other reason from the date of payment of such a tax to the date on which such a refund is granted. വേറെ ഏതെങ്കിലും റീസൺ ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കണേ, എപ്പോഴാണോ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് തൊട്ട് എന്നാണോ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടേണ്ടത് ആ ഡേറ്റ് വരെ. എത്ര ശതമാനമായിരുന്നു? 0.5%. എങ്ങനെയായിരുന്നു? മന്ത്ലി ബേസിനകത്താണ് പറഞ്ഞത്. മനസ്സിലായി? അതിനകത്ത് പറഞ്ഞ ലാസ്റ്റ് കേസ് റീഫണ്ട് ഡ്യൂ ടു ദ എക്സസ് പേയ്മെന്റ് ഓഫ് TDS ബൈ ദ ഡിറക്ടർ. Refund due to excess payment of TDS by director. Okay, from the date on which the claim of refund is made to the date on which the refund is granted. എന്നാണോ ആ റീഫണ്ട് അല്ലെങ്കിൽ റീഫണ്ടിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത് ആ ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ അത് ആ റീഫണ്ട് ഗ്രാൻഡ് ആവുന്ന ഡേറ്റ് വരെ നമുക്ക് എന്ത് കിട്ടണം? ഇൻട്രസ്റ്റ് കിട്ടണം. ഒരു കാര്യം കൂടെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ നോക്കി. ഇവിടെ ഈ രണ്ട് കൂട്ടത്തിൻ്റെ കൂടിലും നമുക്കൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് റീഫണ്ട് ഔട്ട് ഓഫ് TDS TCS അഡ്വാൻസ് ടാക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ റീഫണ്ട് ഔട്ട് ഓഫ് സെൽഫ് അസസ്മെന്റ് ആണെങ്കിലോ അവരൊരു സ്പെഷ്യൽ പ്രൊവിഷൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു 10%. നോക്കി, ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് 1 and 2 നോ ഇൻട്രസ്റ്റ് ഓഫ് റീഫണ്ട് ഷാൾ ബി അലൗഡ് ഇഫ് ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഈസ് ലെസ് ദാൻ 10% ഓഫ് ടാക്സ് ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 143(1) ഓർ റെഗുലർ അസസ്മെന്റ്. അതായത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് റീഫണ്ട് കിട്ടേണ്ടത് ലെസ് ദാൻ 10% ഓഫ് ടാക്സ്. മനസ്സിലായോ? റീഫണ്ട് കിട്ടേണ്ടത് നമ്മൾ ടാക്സ് റെഗുലർ അസസ്മെന്റ് പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ 10% കുറവാണ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ, അതായത് 100 രൂപയാണ് ടാക്സ് ലയബിലിറ്റി, 10 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടില്ല? ആ 10 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ 10% താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻട്രസ്റ്റ് കിട്ടില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ടാക്സ് ലയബിലിറ്റിയുടെ 10%-ന് മുകളിൽ റീഫണ്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ TDS-നാണെങ്കിലോ TCS-നാണെങ്കിലോ നമ്മുടെ അഡ്വാൻസ് ടാക്സ് ആണെങ്കിലോ റെഗുലർ അസസ്മെന്റ് പ്രകാരമാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 10%-ന് മുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നത് ടാക്സബിലിറ്റി ഓഫ് റീഫണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് റീഫണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് റീഫണ്ട് തന്നു അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൂടെ തന്നു, അത് ടാക്സബിൾ ആണോ? അസസിക്ക് അത് ടാക്സബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് it is to be noted that the refund of tax itself is not taxable. നമുക്ക് കിട്ടുന്ന റീഫണ്ട് എന്തല്ല? ടാക്സ് അല്ല. പക്ഷെ ആ റീഫണ്ടിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ നോക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് റീഫണ്ട് ഇസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. മനസ്സിലായി? റീഫണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ റീഫണ്ടിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ റീഫണ്ടിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ അതിന് നിങ്ങൾ ഏത് സോഴ്സിനകത്ത്, ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിനകത്ത് സാധാരണ രീതിയിൽ പ്രോബ്ലം ചോദിക്കുന്ന മേഖല എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മൂന്ന് കേസ് പഠിച്ചതാണ്. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, ആ റേറ്റും കാര്യങ്ങളും ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ലാസ്റ്റ് പഠിച്ചതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫർണിഷിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേൺ ഫർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്ന ദിവസം തൊട്ട്, അതിന് ശേഷമാണെങ്കിൽ അത് അല്ലെങ്കിൽ ഫർണിഷ് ചെയ്ത ഡേറ്റ് തൊട്ട്. സാധാരണ രീതിയിൽ ഒരു കൺഫ്യൂസിങ് ആവുന്ന ഒരു മേഖല അത് മാത്രമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ബൈ.